ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും വളരെ ഹെൽത്തിയിലും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പ് ചൂടാൻ വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സവാള നല്ലതുപോലെ വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞാണ് നമ്മൾ വാഴക്കൂമ്പ് എടുത്തിരിക്കുന്നത്. വാഴക്കൂമ്പ് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുതിർത്തെടുത്ത പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5-10 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതൊന്ന് വേഗുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1 വെളുത്തുള്ളി, 1 നുള്ള് നല്ല ജീരകം, 3 ചുവന്ന മുളക്, 1 നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫൈനായിട്ട് നനച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വാഴക്കൂമ്പ് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. വാഴക്കൂമ്പും പരിപ്പും വെന്തിട്ടുണ്ടോ നോക്കണം. വെന്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരല്പം നേരം കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരല്പനേരം കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പും പരിപ്പും കൂടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ വെന്ത വാഴക്കൂമ്പിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരപ്പ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തേങ്ങ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും ഹെൽത്തിയിലും വളരെ ടേസ്റ്റിയിലും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വാഴക്കൂമ്പ് തോരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടിയൊന്ന് നോക്കുക.